മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പണ്ടത്തെ ഒരു ഫ്രീ ഫയർ അക്കൗണ്ട് 5 വർഷത്തിന് ശേഷം വീണ്ടും എടുത്ത് അതിലൊരു ഗെയിം പ്ലേ നടത്തുന്നതാണ്. അതിനുശേഷം ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല, തോക്കെടുക്കാൻ പറ്റിയില്ല. നമുക്ക് നൈസായിട്ട് വാളുമായിട്ട് പോകാം. നമ്മുടെ ടീമേറ്റും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിയിട്ടുണ്ട് നൈസായിട്ട്. നമുക്ക് ആ മച്ചാൻ്റെ കൂടെ പോയി നിൽക്കാം. സപ്പോർട്ട് അവിടെ ഫ്രണ്ടിൽ ആളുണ്ട്, ഫുട് സ്റ്റെപ്സ് വരുന്നുണ്ട്. നമുക്ക് വാളും കൊണ്ട് ചാടി വിട്ടാം. ഗോഡ്, അടുത്ത ഇവനും പിടിവെക്കാം. എസ് പി കൊണ്ട് ഷോട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്. ഇവനെ വെട്ടാം. ചെറുക്കൻ നമ്മളെ ഷോട്ട് ഗൺ കൊണ്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റിൻ്റെ മച്ചാൻ സോണിയൊക്കെ ഇട്ട് മച്ചാനും നോക്കായിട്ടുണ്ട്. 1v3 സിറ്റുവേഷനാണ്. എന്നെ എടുക്കാൻ നിൽക്കുക. ഇപ്പോഴാണ് ബോധം വന്നതെന്ന് തോന്നുന്നു. പുള്ളി വിചാരിച്ചാണ് പുള്ളിയുടെ ടീംമേറ്റാണ്. പൊങ്ങാൻ നോക്കി നിന്നായിരിക്കും. അത് കഴിഞ്ഞാൽ മനസ്സിലായി എനിമിയാണ്. പുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത റൗണ്ടായിട്ടുണ്ട്. ക്ലോക്ക് ടവറിലാണ്. നമുക്ക് നൈസായിട്ട് UMP എടുക്കാം. UMP മേടിച്ചൊരു മഷ്റൂം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മച്ചന്മാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും പോയി ഒന്ന് കാണുക. ഞാൻ അവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഈ മച്ചാനൊന്ന് കുറച്ച് മുമ്പേ മറ്റേ പൊങ്ങാൻ നോക്കിയെന്ന്. നമുക്ക് നൈസായിട്ട് ചാടി ഓടി മാസമൊക്കെ കാണിച്ച് പോവാം. ഇതിലെ വേർത്തനാണ്ട് ഇതിലെ കറങ്ങിയാണ്ട് അവിടെ പോയി നിൽക്കുന്നു. ഇവനൊന്നും മേലെ എന്നാൽ പിന്നെ ഞാൻ വന്ന വഴി അങ്ങ് വന്നാൽ പോരായിരുന്നു. പിന്നെ ഇതിലെന്തിനാ വെറുതെ കഷ്ടപ്പെട്ട്? ബോട്ടാണോ അതോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ ടീമേറ്റും കാര്യങ്ങളും നോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് പുറകെ ഇരുത്തുന്ന നമ്മൾ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസായിട്ട് മണ്ടയിലോട്ടങ്ങ് ചാടിക്കയറി കറങ്ങി ചെന്നങ്ങ് അടിക്കാം. നമുക്ക് സ്റ്റെപ്പ് കയറി അവന് പുറകിൽ നിന്ന് അടിച്ചിടാം. അതാണ്ട പോണ്. നമുക്ക് UMP കൊണ്ട് കുത്തിപ്പിടിച്ച് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫിനിഷിങ് കൂടെ അങ്ങ് ചെയ്തേക്കാം. അവൻ്റെ ലൂട്ടിൽ നിന്ന് നമുക്ക് തോംസൺ കിട്ടിയിട്ടുണ്ട്. തോംസൺ കിട്ടിക്കഴിഞ്ഞാൽ കളി മാറും. നമ്മുടെ കോട്ടയം തോംസണാണ്. 7th സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. 7ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അതാണ്ടൊരു എനിമിയുമാണ്. നമുക്ക് അവനെ നൈസായിട്ട് അങ്ങ് ഹെഡ് കൊടുത്ത് അങ്ങ് തീർത്തിട്ടുണ്ട്. നമുക്ക് UMP മാറ്റി പാരാഫിൽ എടുക്കാം. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മച്ചന്മാരും ദയവ് ചെയ്ത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാനും പറയുക. ഓക്കെ, ഞാൻ പുതിയതായിട്ടാണ് യൂട്യൂബിലിട്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഞാനത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അതൊന്ന് കയറി കണ്ടു വെക്കുക. അതൊരു ന്യൂ പ്രാങ്കാണ്. ഒരു കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ 2 കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ MVP ഇട്ടിട്ടുണ്ട്. ക്ഷമിക്കുക, 1 കില്ലല്ല 2 കില്ല്. നമുക്ക് റൈറ്റ് വഴി അവന്മാർ ചെന്നിട്ട് നൈസായിട്ട് അങ്ങ് അടിച്ചിടാം. റൈറ്റ് സൈഡ് ഫ്രണ്ട് ക്യാമ്പ് അടിച്ചിട്ട് നല്ല സാധ്യതയുണ്ട്. ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് കറങ്ങി ചെന്ന് നോക്കാം അവിടെ ഉണ്ടോ എന്ന്. എനിമി എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇല്ല, എനിക്കൊന്ന് അകത്താന്ന് തോന്നുന്നു. മറ്റവൻ്റെ ഫുട് സ്റ്റെപ്സ് വരുന്നുണ്ട്. അവൻ അടി കിട്ടി. അവൻ ഒരാളെ നോക്കിയിട്ടുണ്ട്. 2 പേരെ നോക്കിയിട്ടുണ്ട് നമ്മുടെ ടീംമേറ്റ്. ഇനി 2 പേരും കൂടെ ഉള്ളൂ. 3v2 സിറ്റുവേഷനാണ്. അവനും നോക്കിയിട്ടുണ്ട്. അവൻ നൈസായിട്ട് ചാടി ചെന്ന് അടിക്കാം. സർപ്രൈസ് കൊടുക്കാം. അവനെ അങ്ങ് കുത്തിപ്പിടിച്ചിട്ട് അവനെ നല്ല ഡാമേജ് തന്നിട്ടുണ്ട്. നമുക്ക് അലുവ് ഇട്ടിട്ട് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. അവനങ്ങ് ഫിനിഷ് ചെയ്ത് മറ്റവനെ നമുക്കങ്ങ് അടിക്കാം. അവൻ നമ്മളെ വന്ന് നോക്കിയിട്ട് നമ്മുടെ ടീംമേറ്റും കിളിവ് കിടക്കുമെന്ന് തോന്നുന്നു. അനങ്ങാതെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മെഡടിക്കുന്നുണ്ട്. ആരാണ് പറഞ്ഞാലും കേൾക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഉണ്ടെന്ന്. മിക്കവാറും എന്നെയും ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ളൂ. മറ്റവൻ ബോംബ് ഇട്ടിട്ടുണ്ട്. നമ്മളെ നൈസായിട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇത് മച്ചാനില്ലേ, അവൻ കളി എടുക്കുമോ നമുക്ക് നോക്കാം. മച്ചാൻ നൈസായിട്ട് ഫ്ലാഷ് ഫ്രീസും കാര്യങ്ങളും ഡാമേജ് കൊണ്ടിട്ടുണ്ട്. 45 ഡാമേജ് കൊണ്ടിട്ടുണ്ട്. ഗ്ലൂ പൊട്ടിച്ച് അവൻ്റെ ഡാമേജ് കൊടുത്ത് ഡബിൾ ടേക്ക് ഡൗൺ എടുത്തിട്ടുണ്ട് മച്ചാൻ. 1v2 ഹീറോ. മൈ ഗോഡ്, ചക്കൻ കളി പിടിച്ചിട്ടുണ്ട്. 0 ഹീറോ. ഹോട്ട് ഡോഗോ എന്നെ പേരൊക്കെയ. തോംസൺ എടുത്തിട്ടുണ്ട്. തോംസണും വെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വെസ്റ്റും ഹെൽമെറ്റ് റിക്വസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, മേടിച്ചേരത്തില്ല. വെസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മഷ്റൂമും മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ
ജസ്റ്റ് നിങ്ങൾ ഇത്ര ഇയർ ഓൾഡ് അക്കൗണ്ടാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അല്ല നമ്മൾ ഡബിൾ വെക്ടർ അറിയാതെ കയറി വന്നല്ലോ. നമുക്ക് നൈസായിട്ട് റൈറ്റ് വഴി അങ്ങ് കയറിപ്പോവാം. റൈറ്റ് കയറിപ്പോയി അതുകൊണ്ട് ഒരു എനിമി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഈ മിക്കവാറും ഫ്രണ്ട് നമ്മുടെ ടീംമേറ്റിന് അടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എയർ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവൻ മറ്റവനെ നോക്കുമെന്ന് തോന്നുന്നു. ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവൻ. നമുക്ക് അവനങ്ങ് മറ്റവനെ അങ്ങ് അടിച്ചു പിടിച്ചു. തൊട്ടാൽ മതി ഇനി അവനെ. രോസം ഇട്ടിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് വാളങ്ങ് പൊട്ടിക്കാം. വാള് പൊട്ടിച്ച് അവൻ ഗ്ലൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാള് പൊട്ടിക്കുന്നതിനനുസരിച്ച് അവൻ ഗ്ലൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അവനങ്ങ് അടിച്ചില്ല. അവൻ നോക്കായിട്ടുണ്ട്. ഇനി ഒറ്റ ഒരുത്തനും കൂടെ ഉള്ളൂ. അവനെയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് ബെസ്റ്റ് ഇമോട്ടില്ല. ഞാൻ മറ്റേ അക്കൗണ്ടാന്ന് വിചാരിച്ച് ഇമോട്ടൊക്കെ ഇടാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് 4 ഗ്ലൂവാളും മേടിച്ച്, ഒരു ഗ്രനേഡും മേടിച്ചൊരു ഫ്ലാഷ് ഫ്രീസും മേടിച്ച്, ഫ്ലാഷ് ഫ്രീസ് അല്ല ഡ്രാഗൺ ഫ്രീസും മേടിച്ചൊരു നമ്മൾ മഷ്റൂമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇരിക്കുന്ന ഗ്രോസയും തോംസണുമാണ് ഉള്ളത്. തോംസണും വെച്ചും ഗ്രോസയും വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കാൻ അറിയാം. എന്താണേലും ഈ കളി ജയിക്കും ഉറപ്പാണ്. അപ്പുറത്ത് ബോട്ടൊക്കെയാണ്. 2 പേരുടെ നെറ്റാണ്ട് പോയി കിടക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കുറച്ച് മുമ്പത്തെ കളിയിൽ അവൻ വന്ന് പൊക്കുന്നുണ്ട്. ഒരു ഓഫ്ലൈനാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ബോട്ടിനെ പോലെ ഓടി വന്ന് പൊക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ടീംമേറ്റിനോ എന്താന്ന് ബോട്ടാണെന്നാണ് തോന്നുന്നത്. ആദ്യമേ വന്നിട്ടാണ്ട് കണ്ടോ ബോട്ട റൈറ്റിലാണ്ട് ഫ്രണ്ട് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് പുറകിലൊരു എനിമി ഉണ്ട്. നൈസായിട്ട് സൈഡും ഒരു റഷ് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് തീർക്കാം. അവനെ നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളും നോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. നമ്മുടെ 2 ടീംമേറ്റും വീണിട്ടുണ്ട്. 2v3 സിറ്റുവേഷനാണ്. നമ്മൾ 2v2 സിറ്റുവേഷൻ. അവനെ ഒരുത്തനും കൂടെ ഉള്ളൂ. നമുക്ക് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവനെ നമ്മുടെ ടീംമേറ്റ് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടീംമേറ്റിനൊക്കെ അങ്ങ് പൊക്കി വിട്ടേക്കാം. ബോട്ടാണോന്നൊന്നും അറിയത്തില്ല. ബോട്ടാണ്, 2 ബോട്ടാണ്. എന്നാലും പൊക്കി വിട്ടേക്കാം. എനിക്കൊന്ന് മറ്റവൻ മിക്കവാറും താഴെ കാണാൻ സാധ്യതയുണ്ട്. അവനെ എലിമിനേറ്റ് പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗെയിം പ്ലേ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് കളക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും. ഡ്രീം വോക്കർ എന്നാണ് അക്കൗണ്ടിൻ്റെ പേരിടാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്താണെന്നറിയത്തില്ല ഇങ്ങനെ വന്നത്. 5 ഇയറും 4 ഇയർ ഓൾഡും ടാഗൊക്കെ വെച്ചിട്ടുണ്ട്. ബാറ്റർ വേലാണ് ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. ബിയർ കാരിയറൊക്കെ നോക്കുമ്പോൾ കാണാമല്ലോ, ഒന്നും കളിച്ചിട്ടില്ല. പിന്നെ ഞാൻ കൂടുതലും CS ആണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് അങ്ങനെ വലുതായിട്ട് കളിച്ചിട്ടില്ല. ഞാൻ 5 വർഷം മുന്നേ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഗെയിംസ് നോക്കുകയാണ്. 58 ഗെയിംസ്, 24 വിൻസും 127 എലിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. KD നോക്കുകയാണെങ്കിൽ 1.40 ഉണ്ട്. CS കരിയർ നോക്കുകയാണെങ്കിൽ ഇത്ര ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. CS റാങ്ക് എനിക്ക് തോന്നുന്നത് ഇത് ബഗ്ഗാണ് തോന്നുന്നു. കഴിഞ്ഞ സീസണിൻ്റെ ഞാൻ പണ്ട് കളിച്ചതിൻ്റെ ഇതാണ്, ഇത് ബഗ്ഗാണ്. എന്തോ ബഗ്ഗാണ്. നമ്മൾ വെപ്പണും കാര്യങ്ങളും എടുത്ത് നോക്കണം. വെപ്പൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് ഗ്ലോറിയും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടോ, ഓൾ സീസൺ ഒന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ബണ്ടിൽസ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ബണ്ടിലാണ് ആപ്പാടെ മെയിൽ ബണ്ടിലായിട്ടുള്ളത്. പിന്നെ ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഉള്ളത്. നമ്മൾ മെയിൽ ബണ്ടിൽ കാണിച്ചു തരാം. ഇതാണ് മെയിൽ ബണ്ടിൽ. ഇത് പണ്ട് ഒരു ഗോൾഡ് റോയിൽ വന്നാണ്. ഹാറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഫേസ് നോക്കുകയാണൊന്നുമില്ല. ഇതാണ് നമ്മുടെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ. ഈ ഷർട്ടൊക്കെ അറിയാവുന്നവർക്കൊന്ന് ജസ്റ്റ് കമൻ്റ് ഇടുക കേട്ടോ. ഇത് പണ്ടത്തെ ടീഷർട്ട്സാണ് ഇതൊക്കെ. ഓൾഡ് പ്ലേയേഴ്സിൻ്റെ മാത്രമേ ഇങ്ങനത്തെ കാണത്തുള്ളൂ. ഇതെല്ലാം ഉള്ളത്. പാൻറ്റും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ 11 പാൻറ്റാണുള്ളത്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ പാൻറ്റൊക്കെ പണ്ടെടുത്താണ് ഇതെല്ലാം. ഇതിപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് തന്നെ. വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഷൂസും കാര്യങ്ങളൊക്കെ. ഇത്രേ ഉള്ളൂ. ഫാഷനിൽ ഇത്രേ ഉള്ളൂ. അപ്പോഴേ ഇത് മാത്രമേ കളക്ഷനായിട്ടുള്ളൂ. ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇമോട്ടൊന്നും ഇല്ല, പോസ്റ്റേഴ്സൊന്നും ഇല്ല, സ്കിന്നൊന്നും ഇല്ല. കളക്ഷനും കാര്യങ്ങളൊന്നും ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലൊക്കെ കാണും കേട്ടോ. പണ്ടത്തെ ലൂട്ട് ബോക്സ്. ബാഗും കാര്യങ്ങളും 2 ബാഗുള്ളൂ അപ്പോഴേ. പിന്നെ 5 ലൂട്ട് ബോക്സ്, പിന്നെ 2 സ്കൈ ബോർഡ്. ബാഗ് ഈ 2 ബാഗ് മാത്രമേ ഉള്ളൂ.
ലൂട്ട് ബോക്സ് നോക്കുവാണെങ്കിൽ ഈ ഒരു പണ്ടത്തെ ലൂട്ട് ബോക്സ് ഇത് പണ്ടത്തെയാണ്, വളരെയധികം പണ്ടത്തെയാണ് ഈ ലൂട്ട് ബോക്സ് എല്ലാം. പണ്ടുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ലൂട്ട് ബോക്സ് ഇതും പണ്ടത്തെയാണ്. പാരച്യൂട്ടില്ല, സ്കൈ ബോർഡ് ഇതും. പിന്നെ വെഹിക്കിൾ എടുക്കുക നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ട്രക്കിൻ്റെ ഒരു സ്കിന്നുണ്ട്, അത് ഈ കഴിഞ്ഞാണ്ട് കിട്ടിയതാണ്. ഞാനിത് ലോഗിൻ ചെയ്തപ്പോൾ അങ്ങനെ കിട്ടുവാണ്ട് ചെയ്തതാണ്. നമ്മുടെ അവതാർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ CR7 ഒരു അവതാറുണ്ട്, പിന്നെ ആടത്തിൻ്റെയും ആൻഡ്രോയുടെയും ഒക്കെ അവതാർ, മാക്സിമിൻ്റെ അവതാർ. ബാനർ നോക്കുകയാണെങ്കിൽ അവിടെ 4 ബാനറേ ഉള്ളൂ. പിന്നെ അതേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് റോയലും യൂണിവേഴ്സൽ ടോക്കനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വെപ്പൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആർമർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ M4A1 2 സ്കിന്ന് അതെല്ലാവർക്കും കിട്ടുന്നതാണ്, തുടക്കത്തിലേ കിട്ടുന്നതാണ്. പിന്നെ M4A1 ഈ ഒരു 2 സ്കിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ XM8 ഒരു സ്കിന്ന്, എഞ്ചിനീയർ എന്ന് പറയുന്നൊരു സ്കിന്ന്. പിന്നെ മാർസ്മാൻ ലൈഫ് നോക്കണമൊന്നുമില്ല, മെഷീൻ ഗണ്ണൊന്നുമില്ല, സബ് മെഷീൻ ഗണ്ണൊന്നുമില്ല. ഷോട്ട് ഗണ്ണിൻ്റെ M10 ഒരു സ്കിന്ന്, അത് കളി കഴിഞ്ഞ് കിട്ടിയതാണ്. പിന്നെ USPയുടെ സ്കിന്ന് അങ്ങനെയൊന്നുമില്ല, പിസ്റ്റലിൻ്റെ സ്കിന്നൊന്നുമില്ല. മെലീൻ്റെ ബാറ്റിൻ്റെ ഒരു സ്കിന്നുണ്ട്, പ്രിഡേറ്റർ സ്ട്രൈക്ക് എന്ന് പറയുന്ന കോബ്രയുടെ മറ്റേ കൊളാബ് വന്നപ്പോഴത്തേക്കിന് കിട്ടിയ ഒരിതാണ്. കട്ടാണേൻ്റെ സ്കൈത്തിൻ്റെ സ്കിന്നൊന്നുമില്ല, ഫിച്ചിൻ്റെ സ്കിന്നില്ല, ഇങ്ങനെ സ്കിന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ പോയി എല്ലാവരും ഒന്ന് മാക്സിമം കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.